നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 5 സംസ്ഥാനങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പ് 2027 തുടക്കത്തിൽ ഉണ്ടാകും. കൃത്യമായി പറഞ്ഞു വരുന്നത് ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ കാര്യമാണ്. ഇതിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ് ആയിരുന്നാലും, ഉത്തരാഖണ്ഡ് ആയിരുന്നാലും, മണിപ്പൂരായിരുന്നാലും, ഗോവയായിരുന്നാലും. പഞ്ചാബിലെ ഭരണം കോൺഗ്രസിൽ നിന്നും നഷ്ടപ്പെട്ടു. എന്നാൽ 2027 തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഉത്തരാഖണ്ഡും പഞ്ചാബും മണിപ്പൂരും തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ്സിന് കഴിയും എന്ന പ്രതീക്ഷയുണ്ട്. മണിപ്പൂരിലെ കാര്യമാണെങ്കിൽ ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണ്. തീർച്ചയായും കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത് മണിപ്പൂരിലെ ഒരു മികച്ച കംബാക്ക് നടത്തുമ്പോൾ വടക്കുകിഴക്കൻ പ്രവിശ്യയിലെ BJPയുടെ ആധിപത്യം, സമ്പൂർണമായ ആധിപത്യത്തിന് മങ്ങലേൽപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ്. എന്നാൽ ഗോവ പോലൊരു സംസ്ഥാനത്ത് കേവല ഭൂരിപക്ഷം കൊണ്ട് മാത്രമല്ല, വലിയ കള്ളക്കളികളിലൂടെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ BJP ഏറെക്കാലമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേന്ദ്രത്തിൽ അവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാനും അതുപോലെ ഗഡ്കരിയും ഒക്കെ വലിയ തോതിൽ അഴിമതിക്കാരാണ് എന്ന് തെളിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഇമേജ്, അത് വെച്ചുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ BJP ഇന്നിവരെ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കാത്ത ബംഗാളിലും ബീഹാറിലുമൊക്കെ അവർ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ വരെ സൃഷ്ടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നേടിയെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ അതിലെല്ലാം ഉപരിയായി അവർക്ക് വിലങ്ങുതടിയാകുന്ന മറ്റു ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത്, കൃത്യമായിട്ടും BJP ശക്തിദുർഗങ്ങൾ പലപ്പോഴായി ലോക്സഭാ ഘട്ടത്തിൽ അവരുടെ അമിത ആത്മവിശ്വാസം കാരണം ശക്തിദുർഗങ്ങളിൽ ഉണ്ടായ നഷ്ടങ്ങൾ അത് നികത്തിയെടുക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് പല പ്രദേശങ്ങളിൽ അധികാരം കിട്ടുമായിരിക്കാം, താൽക്കാലികമായി അതുവഴി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയെടുക്കുന്ന വിജയം അതിനേക്കാൾ ഉപരിയായി ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് എടുക്കുന്ന ഒരു മുന്നൊരുക്കമുണ്ട്. അത് എന്ന് പറയുന്നത് ദേശീയ തലമായി ഇന്ത്യ മുന്നണി എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാതെ സംയുക്തമായി മുന്നണി സംവിധാനം മാത്രമല്ല, കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിയ നിരവധി പ്രക്ഷോഭ സംഘടനകളുടെ പിന്തുണയോടുകൂടി ഈ രാജ്യത്ത് ജുഡീഷ്യറിയും അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ സംവിധാനവും അപകടത്തിലാകുന്ന വിധത്തിലാണ് BJP കാര്യമായി കയ്യേറ്റം നടത്തിയിരിക്കുന്നത് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ തക്കതായിട്ടുള്ള സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുക. അത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ലപോലെ പ്രതിഫലിക്കും എന്ന പ്രതീക്ഷയുണ്ട്.